വയനാടല്ലേ ഞങ്ങളുടെ കണ്ണൂരിന്റെ അടുത്ത്. അപ്പൊ അവിടെ ഇഷ്ടം പോലെ കടുവയുണ്ടാവും. അപ്പൊ കടുവ കാണലാണ് അവിടുത്തെ മെയിൻ. ആന സ്ഥിരം കാണാം. ആന വിഷയമല്ല, കടുവ. ഈ അപ്പോൾ നമ്മളിപ്പോൾ അച്ചൻകോവിലിൻ്റെ യാത്ര പുറപ്പെടുകയാണ്. കാട്ടിലൂടെ ഒരു യാത്ര. ശരിക്കും ഇങ്ങനത്തെ ഒരു കാടിലൂടെ പോകുന്നൊരു അതായത് മേടിക്കണ്ടേ, ഇവിടെയുള്ള വണ്ടിയാ. അതുകൊണ്ടൊന്ന് ധൈര്യമായിട്ടിരുന്നോ. ഇതിലുള്ള വണ്ടിയൊന്നും അല്ല. രണ്ട് തെറിയും വിളിച്ചിട്ട് ഈ കൂരിയമ്മ ഇയാളുടെ ഓട്ടോ ഇങ്ങനെ ഓട്ടോ ഒന്നും വരത്തില്ല. കണ്ടില്ല, ഷൂട്ടിങ്ങുകാർ വന്നപ്പോഴേ ഓടക്കായില്ല 30,000 രൂപ അവർക്ക് ഓരോ റൂമിനൊന്നും. ശിവകാശിക്കാർ ഒരാൾ റൂം എടുക്കാൻ പോകുന്നു. ഒരു കാറ് ഫാമിലി ആയിട്ടാണ് വന്നത്. അവർ 6 പേരുണ്ടായിരുന്നു. ഇയാൾ ഓഫീസിനകത്ത് കയറി എല്ലാം കണക്കായി ആ ബൈക്കാണ് വന്നിട്ട് ഈ കാറിൻ്റെ അടുത്ത് കൊണ്ട് പറയാം 850 രൂപ അപ്പുറത്തുണ്ട്, അങ്ങോട്ട് വരാൻ. ഇങ്ങനെ ഇത് കേട്ടു. ഏത് ഗുണ്ടമോനാണ് അതേത് വർഷം? അയ്യോ, അത് രക്ഷപ്പെടുത്താനൊന്നും പറ്റിയില്ല. എന്ത് സംഭവം അറിയാം, ആളിന് തലയ്ക്ക് ശരിയില്ലാത്ത ഒരാളായിരുന്നു. പുള്ളിക്കാരൻ വന്ന് ആനയുടെ അടുത്തങ്ങ് വന്ന് കയറി. ആന റോഡിൽ നിൽക്കുമായിരുന്നു. നിങ്ങൾ ഒച്ചയാക്കിയിട്ടൊന്നും പോയിട്ടില്ല? ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അത്രയും ദൂരത്തിൽ ആന ഇട്ട് ഒരു ചവിട്ടിട്ടു. അപ്പൊ എന്നെ കണ്ടോണ്ട് ഞാൻ വണ്ടി ഒന്ന് നിർത്തി. അപ്പൊ കുറച്ചു നേരം നോക്കിയിട്ട് ഞാൻ കണ്ടോട് കയറിയൊക്കെ പോയി. ഞാൻ അങ്ങനെ അടുത്ത് നിന്ന് ഇരുന്ന് ചവിട്ടി നോക്കിയപ്പോൾ ഒരാളാ. എനിക്കൊന്ന് പേടിയായി പോയി. ഞാൻ പിന്നെ പുറത്ത് പോയി പുറത്തെ രജിസ്റ്ററാക്കി പിടിച്ചോണ്ട് വന്നു. ഒന്നും ചെയ്യാൻ അറിഞ്ഞിട്ടേ പറ്റിയില്ല. ആരെന്തൊക്കെ പറഞ്ഞു അങ്ങോട്ട് പോവല്ല, ആനയുണ്ടെന്ന് പറഞ്ഞു. ഒരു വട്ടനല്ലേ.
അങ്ങോട്ട് കയറി പോയി. ഞാൻ കണ്ട് പോടെ പറയല്ലോ പെട്ടില്ല. ആ പോയി നിങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്ന പോലെ ശരിയാവും. ഗവൺമെന്റ് കാര്യമില്ല, എവിടെ കാര്യം കൃത്യമായിട്ട് നടക്കും.